മേളത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് ധാരാളം ഉണ്ടായി വന്നു. അപ്പോൾ നമുക്ക് പുതിയ മേളങ്ങളും പുതിയ താളങ്ങളും അതിലുള്ള മേളങ്ങളൊക്കെ ഉണ്ടായി വന്നു. എന്നാൽ പഞ്ചവാദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പുതിയ താളങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ പൊതുവെ തൽപരരായുള്ള ആൾക്കാർ പുതിയ മേളങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമെടുത്ത പോലെ, അല്ലെങ്കിൽ ആൾക്കാരെടുത്ത അത്ര എണ്ണങ്ങൾ പോലെ പഞ്ചവാദ്യത്തിൽ വന്നു കണ്ടിട്ടില്ല. അല്ല, അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതത്ര വിഷമാണ്. ഇതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഞാൻ. ഒരു താളത്തിൽ ഉള്ള പഞ്ചവാദ്യത്തിൻ്റെ അതിന് നല്ലോണം അതിധാരാളം സാങ്കേതികതകൾ നിറഞ്ഞുള്ളൊരു സംഗതിയാണ് പഞ്ചവാദ്യം. കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, കൊട്ടി ശീലിച്ചു വരുമ്പോൾ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ ഓരോരോ സാധനങ്ങൾ കൊട്ടുന്നതിൻ്റെ കൃത്യമായ കണക്കുകളോട് കൂടിയിട്ട് അതിന് ഓരോരോ കഷ്ണങ്ങൾ വെക്കാൻ ഓരോരോ കാരണങ്ങളടക്കം എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ആ സാങ്കേതിക ഭദ്രത നമുക്ക് മനസ്സിലാവുക. അത് ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, പ്രയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് അതിൻ്റെ സാങ്കേതികത്വങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വരികയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചുള്ള ഇന്നത്തെ നിലവിലുള്ള പഞ്ചവാദ്യത്തിൽ ഉപയോഗിച്ചുള്ള എല്ലാ സാങ്കേതിക വശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ത്രിപുട താളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, ഇന്നത്തെ നിലവിലുള്ള പഞ്ചവാദ്യം ത്രിപുട താളത്തിലാണ്, 7 അക്ഷരകാലമുള്ള ത്രിപുട താളത്തിലാണ്. അത് ചെമ്പട താളത്തിലേക്കോ അല്ലെങ്കിൽ പഞ്ചാരി താളത്തിലേക്കോ അതല്ലെങ്കിൽ ചെമ്പ താളത്തിലേക്കോ മാറ്റണമെങ്കിലത്തെ അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ സാങ്കേതികത്വങ്ങൾ നിറഞ്ഞുള്ളതാണെന്ന്. ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു പരീക്ഷണം നടത്തിയത് 2002 പഞ്ചാരി താളത്തിലാണ്. ഒരു പരീക്ഷണം നടത്താൻ ഒരു പരീക്ഷണം നടത്തി അത് രംഗത്ത് അവതരിപ്പിക്കുകയും അത്യാവശ്യം വേദികളിലൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സുന്ദരനാണോ അല്ലേ, ചെമ്പ താളത്തിൽ അതേമാതിരി പരീക്ഷണങ്ങൾ നടത്തി. ആ 2 എണ്ണത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് അനിൽകുമാറിന്റെ ചെമ്പടയിലുള്ള ഈ പഞ്ചവാദ്യം. കാരണം മറ്റൊന്നല്ല, ഞാനത് പറയാൻ കാരണം പഞ്ചവാദ്യത്തിൻ്റെ ആകൃതി, നമ്മളിപ്പോൾ കാണുന്നൊരു പഞ്ചവാദ്യത്തിൻ്റെ ഒരു ആകൃതി, ഒരു ആന എന്ന് പറഞ്ഞാൽ അതിന് 4 കാലുണ്ടോ, വാലുണ്ടോ, കൊമ്പുണ്ടോ, തുമ്പിക്കൈയുണ്ടെന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു സങ്കല്പം ഉണ്ടാവുള്ളൂ. അതേമാതിരി തന്നെ പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു സങ്കല്പങ്ങളുണ്ട്. അതിന് താളവട്ടങ്ങളുണ്ട്, കൂട്ടിക്കൂട്ടുകളുണ്ട്. അതിലെ താളവട്ടങ്ങളുടെ സാങ്കേതികതകളിലേക്ക് ഞാൻ അങ്ങോട്ട് വല്ലാതെ കടക്കണില്ല, കൂടുതൽ പറയണില്ല. അങ്ങനെയുള്ള ഒരു കൃത്യമായ സ്ട്രക്ചർ, അത് ഓരോരോ അക്ഷരകാലത്തു നിന്ന് അതിൻ്റെ പകുതിപ്പെട്ട് അങ്ങനെ ദ്രുതകാലത്തിലെത്തി അവസാനിക്കുന്ന ഒരു കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിനെ ഒക്കെ പരിപാലിച്ചുകൊണ്ട് ആണ്, അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ആ ആകൃതിക്കും പ്രകൃതിക്കും വ്യത്യാസം വരാതെ, പഞ്ചവാദ്യത്തിൻ്റെ ആകൃതിക്കും പ്രകൃതിക്കും വ്യത്യാസം വരാതെ പരമാവധി അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് പഞ്ചാരി പഞ്ചവാദ്യമായാലും ചെമ്പ പഞ്ചവാദ്യമായാലും ഇതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് 2 കൈ നീട്ടി സ്വീകരിക്കാവുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിലത്തെ ഓരോരോ സാങ്കേതിക തത്വങ്ങൾ വിജയേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഇനിയിപ്പോൾ അത് ആദ്യം ഇരുന്ന് പഠിച്ചാലേ മനസ്സിലാവും. ഇപ്പോൾ മറ്റേ പഞ്ചാരി പഞ്ചവാദ്യം കഴിഞ്ഞപ്പോൾ കുട്ടപ്പേട്ടൻ പറഞ്ഞു, ഒരാളൊക്കെ അങ്ങോട്ട് ഓടി വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറാൻ പറ്റില്ല. നിങ്ങൾ കൊട്ടാ 1 കിലോ എന്ന് തോന്നും, പക്ഷെ ഓടി വന്നിട്ട് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറ്റില്ല. അത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നെ പറ്റിയിട്ട് പറഞ്ഞു. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ പഞ്ചവാദ്യം, ഞങ്ങളൊക്കെ ഇപ്പോൾ പഞ്ചവാദ്യം പഠിച്ചുള്ളവരാണ്. പഞ്ചവാദ്യം പഠിച്ചിട്ടുള്ള ഒരാളാണ്, തിമല കൊട്ടാൻ അറിയുന്ന ഒരാളാണെന്ന് തിരിച്ചിട്ട് ഈ പഞ്ചവാദ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറാൻ പെട്ടെന്നൊന്നും പറ്റില്ല എന്നുള്ള കാര്യം തീരുമാനമാണ്. കാരണം അതത്രയും വ്യത്യസ്തമാണ്. അതിനെ കൃത്യമായി വിലയിരുത്തി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്കതിൽ കൊട്ടാൻ പറ്റുകയുള്ളൂ. സാധാരണ പഞ്ചവാദ്യങ്ങളിൽ
അല്ലെങ്കിൽ സാധാരണ മേളങ്ങളിലൊക്കെ ഇനി കുറച്ച് സാങ്കേതികത്വം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നല്ലതേ പറയാനുള്ളൂ കേട്ടോ. മേളങ്ങളിൽ ഒക്കെ സാധാരണ കാലം നിരത്തുമ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ പറയാം, മേളങ്ങളിലൊക്കെ കാലം നിരത്തുന്ന സമയത്ത് ഒരു മേളത്തിൻ്റെ അക്ഷരകാലം, അതായത് പഞ്ചാരി മേളാണെന്ന് വെച്ചാൽ 96 അക്ഷരകാലം, ആ 96 അക്ഷരകാലം കാലം ഇടുന്നതായിക്കൊണ്ടാണ് മേളത്തിൽ വരുന്നത്. നേരെ മറിച്ച് പഞ്ചവാദ്യത്തിൽ കുറേയും കൂടി അക്ഷരകാലത്തിന് ദൈർഘ്യം വരുന്നത് കാരണം പഞ്ചവാദ്യത്തിനെ 7 സമഭാഗമാക്കി ഭാഗിച്ചതിൽ ആദ്യത്തെ 3 ഭാഗം വിരൽ വിന്യാസം, ബാക്കി 4 ഭാഗം കൊട്ടുന്ന അതേമാതിരി തന്നെ വിരസത വരാതെ അങ്ങനെയാണ് അതിൽ അവതരിപ്പിച്ചു വരുന്നത്. എന്നാൽ ഇവിടെ ഈ ചെമ്പട പഞ്ചവാദ്യത്തിൽ ആദ്യത്തെ ഈ 8 ഭാഗങ്ങളാക്കുകയാണെന്ന് വെച്ചാൽ ആ ആദ്യത്തെ ഒരു ഭാഗം 128 അക്ഷരകാല ദൈർഘ്യം അത് മാത്രമാണ് ഈ വിന്യാസമായിട്ട് ചെയ്ത് ബാക്കി താളവട്ടം കൊട്ടുന്നതോടുകൂടി അങ്ങനെ കൂട്ടിച്ചേർത്ത് വരുന്നതാണ് കാണുന്നത്. സാധാരണ പഞ്ചവാദ്യങ്ങൾക്ക് ഒരു മുഖം എന്ന് പറഞ്ഞിട്ടൊരു സാധനം പ്രത്യേകം കൊട്ടുന്നതും പിന്നെ അതിൻ്റെ പകുതിപ്പെട്ട് അങ്ങനെയാണ് ആ പഞ്ചവാദ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. എങ്കിൽ ഇവിടെ അതിനും വ്യത്യാസമുണ്ട്. ആ മുഖം തന്നെ 4 പ്രാവശ്യം കൊട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ദൈർഘ്യം 4 പ്രാവശ്യം കൊട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ശൈലിയാണ് കണ്ടുവരുന്നത്. എങ്ങനെയായാലും ആ പതിഞ്ഞ കാലങ്ങളിലൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. എവിടെയാണ് ഈ ഖണ്ഡങ്ങൾ മുറിയുന്നത് പിന്നെയും കണക്കാക്കി കിട്ടും. ഉപഖണ്ഡങ്ങൾ മുറിയുന്നത് എവിടെയൊക്കെയാണെന്നുള്ളത് കണക്കാക്കണമെങ്കിൽ അത് പഠിക്കേണ്ട വേണം. അതിൻ്റെ സന്ദർഭം, അതിൻ്റെ സംഗതികൾ, ഇലത്താളം പിടിക്കുന്ന സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് പഠിച്ചാൽ തന്നെ ആവുള്ളൂ. അത് കൃത്യമായിട്ട് ഒരു പ്രാവശ്യം കാണുമ്പോൾ പെട്ടെന്ന് അത് നോക്കി പിടിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അത് ഒരു 64 അക്ഷരകാലത്തിലേക്ക്, അത് കഴിഞ്ഞിട്ട് 32 അക്ഷരകാലത്തിലേക്ക് ഒക്കെ എത്തുമ്പോൾ കുറേയും കൂടി കൂടുതൽ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സാധാരണ 112 അക്ഷരകാലത്തിലുള്ള ഇടകാലം ഇവിടെ 128 അക്ഷരകാലത്തിലാണ് അത് കൂട്ടിക്കണ്ടത്. അതിന് പ്രത്യേക ഇടകാലം എന്നൊരു പേരുണ്ട്. ആ ഇടകാലം ആളുകളെ ആനന്ദത്തിൻ്റെ കാലങ്ങളെ കൊട്ടി കയറ്റിയിട്ട് ആൾക്കാരെ ആവേശം കൊള്ളിക്കുന്ന ഒരു തരത്തിലുള്ളൊരു ഇടകാലത്തിൻ്റെ ഒരു ആനന്ദലബ്ധി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഏറ്റവും സുന്ദരമായ ഒരു കാലമാണ് ഇടകാലം. ആ ഇടകാലത്തിൻ്റെ അതേ സമ്പ്രദായം തന്നെയാണോ ഇതിനെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും സാധാരണയുള്ള കാലങ്ങളിൽ നിന്ന് അതേ പ്രകാരം തന്നെ കാലം മാറി അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു സംഗതിയാണത് കണ്ടത്. അപ്പോൾ അതിലേക്ക് ആ ഇടകാലത്തിൻ്റെ, ഇന്നത്തെ പഞ്ചവാദ്യത്തിൻ്റെ ഇടകാലത്തിൻ്റെ ആ ആവേശം കൊള്ളിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഇനി ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് അതിൽ പരീക്ഷിക്കേണ്ടതാണ്. സാധിക്കുകയാണെന്ന് വെച്ചാൽ അത് കുറെ കൂടി ശോഭയാർന്നതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഏറ്റവും അതിൻ്റെ അവസാനം പഞ്ചവാദ്യത്തിൻ്റെ 4 അക്ഷരകാലത്തിൽ എത്തിയിട്ടുള്ള അവിടുത്തെ പ്രയോഗങ്ങളൊക്കെ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ സന്തോഷം തോന്നിയത്. അത് കഴിഞ്ഞ് കലാശവും ഇനി ഏതായാലും ചെമ്പടല്ലേ, തിമിലടച്ചിലും കൂടി ആവാന്നാണ് തോന്നായിക ഇല്ല. തിമിലടച്ചിൽ ആവാന്നാണ് എനിക്ക് തോന്നിയത്. വേണ്ടാന്ന് വെക്കാൻ എന്തെങ്കിലും പ്രത്യേകം അയാൾക്ക് കാരണങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. എങ്ങനെയായാലും നല്ല അഭിപ്രായമാണ് തോന്നിയത്. കാരണം അത് ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങളിൽ അത് കുട്ടികളെയൊക്കെ മുഴുവൻ പഠിപ്പിച്ചെടുത്ത് എല്ലാവരും കൂടി തമ്മിൽ നല്ല യോജിപ്പ്, ഒരു അപകടമൊന്നുമില്ലാണ്ട് വളരെ ഭംഗിയായി ഇടത്താളക്കാർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ, യാതൊരു സംശയമില്ല. ആ താളങ്ങൾ മുഴുവൻ സാധാരണ പഞ്ചവാദ്യത്തിൻ്റെ വ്യത്യാസമായി അത് മുഴുവൻ പഠിച്ചുണ്ടാക്കിയിട്ട് തന്നെയാണ് അവരത് പ്രയോഗിച്ചത്. എങ്ങനെയായാലും വളരെ നല്ല സന്തോഷമാണ് തോന്നിയത്. ഇനി കൂടുതൽ അതിനെ പറ്റിയിട്ട് ഒന്നും കൂടി പഠിച്ചിട്ട് അനിലിൻ്റെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കുറേ കൂടി മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ട്. ഇപ്പം ചോദിച്ചാൽ അത് അനിൽ പറഞ്ഞു തരും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയായാലും എല്ലാവർക്കും വളരെയധികം നന്ദി, സന്തോഷം.